ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ക്രിസ്തുവിനെ കുറേ കൂടി ഗൗരവത്തിൽ നാം എടുക്കണം. അവനാണ് നമ്മുടെ രക്ഷകൻ. അറിവുകളല്ല, അവനെക്കുറിച്ച് നമുക്ക് അനുഭവമാണ് വേണ്ടത്. ഓർക്കുക, കേസറിയ ഫിലിപ്പിൽ വെച്ച് യേശു തന്നെ ഒരിക്കൽ സ്വന്തം ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്ന മറ്റുള്ളവർ പറയുന്നത്? അവർ പറഞ്ഞു അവരുടെ അറിവുകളിൽ നിന്നുള്ള ചില ഉത്തരങ്ങൾ. സ്നാപക യോഹന്നാനാണ്, ഏലിയയാണ്, പ്രവാചകന്മാരിൽ ഒരുവനാണെന്നൊക്കെ മറ്റുള്ളവർ പറയുന്നുവെന്ന അവർ അറിയിച്ചത്. അപ്പോൾ ക്രിസ്തു വീണ്ടും ചോദിച്ചു വളരെ പ്രധാനപ്പെട്ട വ്യക്തിപരമായൊരു ചോദ്യം, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് പറഞ്ഞു, നീ മിശിഹായാണെന്ന്. അതാണ് അനുഭവം. മറ്റുള്ളവർ പറയുന്ന വാക്കല്ല, വ്യക്തിപരമായിട്ട് നമുക്ക് ക്രിസ്തു ആരാണെന്നൊരു അവബോധം വേണം. കാൽവരിയിൽ ക്രിസ്തുനാഥൻ കുരിശിൽ കിടക്കുമ്പോൾ അവൻ്റെ ഇരുവശങ്ങളിൽ കിടന്ന രണ്ട് കള്ളന്മാരെ ഒന്ന് ധ്യാനിക്കുക. ഇടതുവശത്ത് കിടന്ന കള്ളൻ യേശുവിനെ കുറ്റം വിധിച്ചു, നിന്ദിച്ചു. കാരണം അവനെക്കുറിച്ചുള്ള അറിവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലോകം എങ്ങനെയാണ് യേശുവിനോട് പ്രതികരിക്കുന്നതെന്ന് നോക്കി നിന്ന് അതിൽ നിന്നും അതേപോലെ പ്രതികരിച്ചവനാ ഇടതുവശത്ത് കിടന്ന കള്ളൻ. നോക്കുക, യഹൂദ പ്രമാണികൾ യേശുവിനെ നിന്ദിക്കുന്നു, ജനം അവഹേളിക്കുന്നു, പടയാളികൾ ഉപദ്രവിക്കുന്നു. സൂര്യൻ പോലും പ്രകാശം നൽകിയില്ല, ഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ടവൻ. ഇതൊക്കെ കണ്ട് അതുപോലെയാ ആ മോശപ്പെട്ട കള്ളൻ യേശുവിനെ നിന്ദിച്ചത്. എന്നാൽ വലതുവശത്ത് കിടന്ന കള്ളൻ ലോകത്തെയല്ല കണ്ടത്. ലോകത്തോട് ക്രിസ്തു എങ്ങനെ പ്രതികരിക്കുന്നുവെന്നതാ അവൻ മനസ്സിലാക്കിയത്. തന്നെ എല്ലാവരും ഉപേക്ഷിച്ചപ്പോഴും കരുണയോടെ നോക്കിയവൻ, പീലാത്തോസിന് മുമ്പിൽ അക്ഷേപനായി നിന്നവൻ, കുരിശ് വഹിച്ചുകൊണ്ട് സ്നേഹത്തോടെ കാൽവരിയിലേക്ക് കടന്നു വന്നവൻ, കുരിശിന് വിരിമാറി കിടക്കുമ്പോഴും ലോകം അവനെ വെറുക്കുമ്പോഴും അവരോട് ക്ഷമയുടെ പ്രാർത്ഥന മാത്രം പങ്കുവെച്ചവൻ, കുരിശിൽ കിടന്നുകൊണ്ട് സ്വന്തം ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചവൻ. ഈ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ തികവില ആ നല്ല കള്ളൻ പറഞ്ഞത്, ഇവനിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ലെന്ന്. സത്യം, നമുക്ക് ക്രിസ്തു ആരാണെന്ന തിരിച്ചറിവിൻ്റെ വെട്ടം വേണം. മറ്റുള്ളവരുടെ അറിവുകൾക്കപ്പുറത്ത് അവൻ ആരാണെന്നൊരു അവബോധവും അനുഭവവും വേണം. ലോകം പല വിധത്തിലാണ് യേശുവിനെ വിലയിരുത്തുന്നത്. ചിലർ പറയുന്നു അഗസ്തസ് സിസ്റ്ററിൻ്റെയും ടൈബേരിയസിൻ്റെയും സമയത്ത് രൂപപ്പെട്ട് വെറുമൊരു മിത്താണെന്ന്. മറ്റു ചിലർ പറയുന്നു ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ബുദ്ധമതശാസ്ത്രമൊക്കെ പഠിച്ച് അത് വ്യാഖ്യാനിച്ച് സൃജനത്തിൻ്റെ മിശിഹായി എന്ന് സ്വയം തെളിയിച്ചവനാണെന്ന്. അപൂർവം ചിലർ പറയുന്നു ഗ്രീക്ക് പാണ്ഡിത്യം നേടിയ ഒരു ആത്മീയാചാര്യനാണെന്ന്. ചിലർക്ക് ഈ ഭൂമിയിൽ അവൻ ജനിച്ചിട്ടില്ല എന്ന അവരുടെ വിശ്വാസം. മറ്റു ചിലർ മനുഷ്യരുടെ നീതിക്ക് വേണ്ടി പോരാടി രക്തസാക്ഷിയായ ഒരു വിപ്ലവകാരിയാണെന്ന്. ഇതൊക്കെ വെറും അറിവുകളാണ്. വ്യക്തിപരമായിട്ട് ക്രിസ്തു നമുക്കാരാ? സുവിശേഷം വെളിപ്പെടുത്തുന്നുണ്ട് ചില വ്യക്തികൾക്ക് യേശു ആരാണെന്ന വ്യക്തിത്വത്തിൻ്റെ തെളിവ് കിട്ടുന്നതായിട്ട്. ജോർദാൻ നദി തീരത്തേക്ക് യേശുനാഥൻ കടന്നു വന്നപ്പോൾ സ്വർഗം തുറന്നുകൊണ്ട് ദൈവപിതാവ് തന്നെ പറഞ്ഞു, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്. അവൻ കാലിത്തൊഴുത്തിൽ പറന്നപ്പോൾ ദൈവദൂതന്മാർ പാടി, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുകൾക്ക് സമാധാനമെന്ന്. പിശാച് പോലും യേശുവിൻ്റെ വ്യക്തിത്വം തിരിച്ചറിഞ്ഞു. രോഗികളിൽ നിന്നും അവർ പിന്മാറിയത് ഇവൻ ദൈവപുത്രനാണെന്ന് പ്രഘോഷിച്ചുകൊണ്ടാണ്. അവനെ ദേവാലയത്തിലേക്ക് സമർപ്പിക്കുവാനായിട്ട് മാതാപിതാക്കൾ വന്നപ്പോൾ ശിമിയോൻ എന്ന ജ്ഞാനവൃദ്ധൻ പറഞ്ഞു, ഇവൻ വിജാതിയർക്കുള്ള വെളിപാടിൻ്റെ പ്രകാശവും ഇസ്രായേലിൻ്റെ മഹത്വവുമാണെന്ന്. സ്നാപക യോഹന്നാൻ പറഞ്ഞു, ലോകത്തിൻ്റെ പാപകം നീക്കാനുള്ള കുഞ്ഞാടാണിവനെന്ന്. പത്രോസ് പറഞ്ഞു, ഇവൻ ദൈവപിതാവിൻ്റെ പുത്രനായ മിശിഹായാണെന്ന്.
തീർന്നില്ല. കുരിശിൽ കിടക്കുമ്പോൾ പോലും ഒരു ശതാധിപൻ പറയുന്നുണ്ട്, ഇവൻ സത്യമായിട്ട് നീതിമാനാണെന്ന്. അതെ, അനേകർ അവനെ തിരിച്ചറിഞ്ഞു എന്നതാണ് സത്യം. ചിലർ അവനെതിരായിട്ട് മാറുന്നു, ചിലർ അവൻ്റെ വ്യക്തിത്വം തിരിച്ചറിയുന്നു. നമ്മൾ ആരാ? കാൽവരിയിൽ 2 കള്ളന്മാരുടെ മധ്യ ക്രിസ്തു കിടക്കുകയാണ്. ഒരു കള്ളൻ അറിവുകളുടെ ബലത്തിൽ അവനെ നിന്ദിക്കുന്നു, മറ്റൊരുവൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവൻ ഏറ്റു പറയുന്നു. നമ്മളവനെ നിന്ദിക്കുന്നവരാണോ, അവൻ്റെ പക്ഷം നിൽക്കുന്നവരാണോ? ഒരു ചോദ്യം എപ്പോഴും പ്രശസ്തമാണ്. ഒരു സത്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തിന് അർത്ഥവും മഹിമയുമൊക്കെ കിട്ടുന്നത് ക്രിസ്തു നമ്മുടെ കൂടെ ഉള്ളപ്പോൾ മാത്രമാണ്. അവനെ വിട്ടൊരു ജീവിതത്തിൽ അർത്ഥം എന്താണുള്ളത്? ഒന്നോർത്ത് നോക്കുക. യേശുനാഥൻ ജെറുസലേമിലേക്ക് രാജകീയമായിട്ട് കടന്നു വന്നപ്പോൾ തിരഞ്ഞെടുത്ത 2 കഴുതകൾ ബുദ്ധിശൂന്യതയുള്ള മൃഗങ്ങളാണ്. അന്യൻ്റെ ഭാണ്ഡം പേറുന്നവരാണ്, നെന്തിനെയും ഒരു ജീവിതം നയിക്കുന്നവരാണ്. ഒരിക്കൽ ആ കഴുതകളുടെ യജമാൻ്റെ അടുത്തേക്ക് ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, ഗുരുവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന്. നിശ്ചയമായും കഴുതകൾ വിചാരിച്ചിരിക്കാം, കുറേ കൂടി ഭാരപ്പെട്ട ജോലിക്കും നിന്ദനീയമായ പ്രവൃത്തിക്കും തങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെന്ന്. ആ കഴുതകൾ വന്നപ്പോൾ അതിൻ്റെ മുകളിൽ ഇരുന്നത് യേശുവാണെന്ന് ഓർക്കണം. അതോടെ അവർ പ്രതീക്ഷിച്ചതല്ല അവർക്ക് കിട്ടിയത്. പോകുന്ന വഴികളിൽ ജനം വസ്ത്രങ്ങൾ വിരിക്കുന്നു, ഒലിവ് ശാഖകൾ കൊണ്ട് അലങ്കരിക്കുന്നു, ശാനഗീതങ്ങൾ പാടുന്നു. ഒരുപക്ഷെ അവർ വിചാരിച്ചിരിക്കാം, മനുഷ്യരവരുടെ മഹത്വം തിരിച്ചറിഞ്ഞെന്ന്. അവിടെ ത്യാഗപ്രവൃത്തികൾക്ക് ലോകം സ്തുതികൾ അർപ്പിക്കുകയാണെന്ന്. എന്നാൽ ജെറൂസലേമിൻ്റെ കവാടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, യേശു ആ കഴുതയിൽ നിന്ന് പിന്മാറിയപ്പോൾ വീണ്ടും അവർക്ക് നിന്ദനങ്ങൾ തന്നെ, കല്ലേറ് തന്നെ. ഒരുപക്ഷെ ആ കുഞ്ഞു ചോദിച്ചിരിക്കാം അമ്മ കഴുതയോട്, എന്താണ് ഇപ്പോൾ ലോകം നമ്മളെ അവഗണിക്കുന്നതെന്ന്. അമ്മ പറഞ്ഞേക്കാം, മകനെ, കുറച്ചു മുമ്പ് നമുക്ക് കിട്ടിയ അംഗീകാരം നമുക്കല്ല കിട്ടിയത്, നമ്മുടെ മുകളിൽ ഇരുന്ന ക്രിസ്തുവിനാണ് കിട്ടിയതെന്ന്. സത്യം, ഒരുവൻ്റെ മഹത്വം അവരുടെ ജീവിതത്തിൽ ക്രിസ്തു ഉള്ളപ്പോൾ മാത്രമാണ്. അവർ ഇറങ്ങിപ്പോയാൽ പിന്നെ നമുക്കെന്ത് ഗുണമാണുള്ളത്? ഞാനൊരു പുരോഹിതനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ എന്നെ ഒരുപാട് ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. അതെൻ്റെ മഹത്വമല്ല, എൻ്റെ ഉള്ളിലുള്ള ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ആ ക്രിസ്തുവിനെ മറന്ന് പാപത്തിൻ്റെ ഇടറിയ ജീവിതത്തിലേക്ക് ഞാൻ വീണു പോയാൽ ലോകം എന്നെ അവഹേളിക്കും, നിന്ദിക്കും, ഏറ്റവും മോശപ്പെട്ട തിക്താനുഭവങ്ങൾ എനിക്ക് കിട്ടും. ഞാൻ തിരിച്ചറിയണം, എൻ്റെ മഹത്വത്തിൻ്റെ കാരണം എന്നിൽ വസിക്കുന്ന ക്രിസ്തുവാണെന്ന്. ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടാൽ ജീവിതം തന്നെ ഒരു പരാജയമാണ്. അതോർത്ത് നോക്കുക. ആദ്യ കുർബാന സ്വീകരിക്കുവാൻ വേണ്ടി നമ്മുടെ മക്കളെ നമ്മൾ ഒരുക്കാറില്ലേ? പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച്. ഏറ്റവും വലിയ സന്തോഷകരഞ്ഞ ദിവസം തന്നെയായിരിക്കും അത്. ദേവാലയത്തിലേക്ക് അവർ വരുമ്പോൾ മനോഹരമായൊരു മെഴുകുതിരികൾ കൈകളിലുണ്ടാകും, കടലാസ് കൊണ്ടുള്ളൊരു കിരീടം ശിരസിലുണ്ടാകും, പുതിയ വെളുത്ത വസ്ത്രങ്ങളുണ്ടാകും, നല്ല ഷൂസ് ഉണ്ടാകും. അവർ വിചാരിക്കും അവരുടെ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരുമൊക്കെ ഒരുപാട് അവരെ ആദരിക്കുകയും വണങ്ങുകയും ബഹുമാനിക്കുകയും ചെയ്യാമെന്ന്. അതൊരു തെറ്റാണ്. അവർക്ക് ഇത്രയേറെ പ്രധാനപ്പെട്ട ഒരു അംഗീകാരം കിട്ടാൻ കാരണം അവിടെ നാവിൽ ക്രിസ്തു വരുന്നത് കൊണ്ടാണ്. ആ തിരിച്ചറിവ് കുട്ടികൾക്ക് വേണം, നമുക്കും വേണം. ഇന്ന് നമുക്ക് ദൈവം ഒരാദരവിൻ്റെ സാഹചര്യങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണെന്ന് തിരിച്ചറിയാനാകണം. പലപ്പോഴും നമുക്കത് കഴിയാറില്ല. ക്രിസ്തുവിനെ ഒഴിച്ച് മറ്റു പല ലോക സൗഭാഗ്യങ്ങളുടെ പിന്നാലെ പോകുന്നവരല്ല നമ്മൾ. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കളിപ്പാട്ടമാണ്. ഒന്നുകൂടാതെ വീണ്ടും വീണ്ടും കിട്ടണമെന്ന് അവൻ വാശി പിടിക്കും. ഏതെങ്കിലും ഒന്ന് തകർന്നു പോയാൽ അവനും മനസ്സ് തകരും, അവൻ്റെ കണ്ണ് നിറയും. അതേ കൂടെ വളർന്ന് കൗമാരപ്രായത്തിലെത്തുമ്പോൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ചങ്ങാതിമാരാണ്. അവരോടൊപ്പം മത്സരിക്കാനും കളിക്കാനും വേണ്ടി മാത്രം അവർ സമയം ചെലവഴിക്കുന്നു. അവർ പറയുന്നതാണ് വേദവാക്യം. മാതാപിതാക്കളെപ്പോലും ധിക്കരിച്ചുകൊണ്ട് കൂട്ടുകാരുടെ പിന്നാലെ പോകുന്ന ചെറുപ്പക്കാരില്ലേ? കുറെ കൂടി വളർന്നു കഴിയുമ്പോൾ, ഒരു വിവാഹിതനാകുമ്പോൾ ജീവിത പങ്കാളിയാണ് അവനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ അവർ തയ്യാറാകുന്നു. ഒരു കുഞ്ഞൊക്കെ പിറന്നു കഴിയുമ്പോൾ കുഞ്ഞാകും അവരുടെ ജീവിതത്തിൽ. എന്നാൽ
ഇങ്ങനെ ജീവിതം നീണ്ടു പോകുമ്പോൾ എപ്പോഴെങ്കിലും ക്രിസ്തുവിന് അവൻ്റേതായൊരു പ്രാധാന്യം നമുക്ക് കൊടുക്കാറുണ്ടോ? ഓർക്കുക, കളിപ്പാട്ടം തകർന്നു പോകും, കൂട്ടുകാർ ചിതറിക്കപ്പെടും, ജീവിത പങ്കാളി വിവാഹമോചനം നടത്തി പോയേക്കാം, മക്കളും നമ്മൾ ഉപേക്ഷിച്ചേക്കാം. എന്നാൽ ജീവിതത്തിൻ്റെ അവസാനം വരെ കൂടി നിൽക്കുന്നവൻ ക്രിസ്തുവാണെന്ന തിരിച്ചറിവിൻ്റെ വെട്ടം നമുക്ക് വേണം. ഓർക്കുകയാണ്, ഒരു കഥയാണ്. ഒരു ട്രെയിൻ യാത്രാമധ്യേ TTRനൊരു പേഴ്സ് കളഞ്ഞു കിട്ടി. ജനങ്ങളുടെ അധ്യേ കടന്നു വന്നിട്ട് അയാൾ ചോദിച്ചു, കളഞ്ഞു കിട്ടിയൊരു പേഴ്സാ, അടയാള സഹിതം വന്നാൽ തിരികെ തരാം. പെട്ടെന്നാരും വന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ TTRയെ കാണാൻ വന്നതൊരു വൃദ്ധനായ മനുഷ്യനാണ്. അയാൾ പറഞ്ഞു, ഈ പേഴ്സ് എൻ്റേതാണെന്ന് എനിക്ക് തോന്നുന്നു. സ്വാഭാവികമായിട്ട് TTR ചോദിച്ചു, എന്താണ് തെളിവ്? അയാൾ കുറേയധികം നേരം ഓർത്തെടുക്കാൻ ശ്രമിച്ചു, പക്ഷെ ഓർമ്മയിൽ ഒന്നും വരുന്നില്ല. പിന്നെ പറഞ്ഞു, പേഴ്സിനുള്ളിൽ ക്രിസ്തുവിൻ്റെ ഒരു ഫോട്ടോയുണ്ട്, അതാണ് തെളിവ്. തിരിച്ചുകൊണ്ട് TTR പറഞ്ഞു, അതൊരു തെളിവല്ല, മറ്റെന്തെങ്കിലും തെളിവുണ്ടോ? സങ്കടത്തോടെ വൃദ്ധൻ പറഞ്ഞു, മറ്റൊന്നും എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല, പക്ഷേ എന്തുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സിൽ ക്രിസ്തുവിൻ്റെ ഫോട്ടോ വെച്ചെന്ന് പറയാൻ എന്നെ ഒന്ന് അനുവദിക്കണം. സമയമുണ്ടായിരുന്നതുകൊണ്ട് TTR അനുവദിച്ചു. ആ വൃദ്ധൻ പറഞ്ഞു, വളരെ ചെറുപ്പത്തിലെ എൻ്റെ ആരാധന പുരുഷൻ എൻ്റെ ഡാഡിയായിരുന്നു. ഡാഡി വീരസാഹസ്യങ്ങളായിരുന്നു എനിക്ക് ഏറ്റവും പ്രചോദനം. അതുകൊണ്ട് എൻ്റെ കൊച്ചു പേഴ്സിൽ ഞാൻ ഡാഡിയുടെ ഫോട്ടോ വെച്ചു. കുറേ നാൾ കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ പോയപ്പോൾ കോളേജിൽ എൻ്റെ കൂട്ടുകാരായിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അവർക്ക് വേണ്ടി ഞാൻ ആവേശത്തോടെ ജീവിച്ചു. അതുകൊണ്ട് എൻ്റെ പേഴ്സിനുള്ളിൽ ഞാൻ അവരുടെ ഫോട്ടോ വെച്ചു. ജോലിയൊക്കെ കിട്ടി വിവാഹിതനായപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി. അതുകൊണ്ട് ഫോട്ടോ അവളുടേതായി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മകൻ പിറന്നു. അവനായിരുന്നു എൻ്റെ സ്വപ്നം, അവന് വേണ്ടി ഞാൻ ജീവിച്ചത്. അതുകൊണ്ട് എൻ്റെ പേഴ്സിൽ ഞാൻ അവൾക്ക് പകരം അവൻ്റെ ഫോട്ടോ വെച്ചു. കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞു, ഞാൻ വൃദ്ധനായി. എൻ്റെ പങ്കാളി വാർദ്ധക്യ രോഗം കൊണ്ട് മരിച്ചു. ഈ വാർദ്ധക്യത്തിൽ എന്നെ എൻ്റെ മകനൊരു വൃദ്ധസദനത്തെ തള്ളിയിരിക്കുന്നു. ആ 2 മുറിയിലെ ചുമരിലെ ക്രൂശിത രൂപത്തെ കണ്ടപ്പോൾ എനിക്ക് സത്യം മനസ്സിലായി. എല്ലാവരും ഉപേക്ഷിച്ചാലും അവസാനം വരെ കൂടി നിൽക്കുന്നത് ക്രിസ്തുവാണെന്ന്. പിന്നെ നീണ്ടൊരു നിശബ്ദതയ്ക്ക് ശേഷം അയാൾ പറഞ്ഞു, പക്ഷേ അവസാനം വരെ ക്രിസ്തുവാണെന്ന് തിരിച്ചറിയാൻ ഈ വാർദ്ധക്യം വരെ ഞാൻ കാത്തിരിക്കേണ്ടി വന്നു. അയാൾ കരഞ്ഞപ്പോൾ TTR പറഞ്ഞു, ഇതാണ് തെളിവ്, ഇതിനപ്പുറം ഒന്നും വേണ്ട. അയാൾ ആ പേഴ്സ് തിരികെ കൊടുത്തു. പിന്നെ എവിടെയോ ട്രെയിൻ നിന്നപ്പോൾ അയാൾ ഇറങ്ങി TTR അടുത്തുള്ള കടയിൽ നിന്നും ക്രിസ്തുവിൻ്റെ ഫോട്ടോ വാങ്ങി സ്വന്തം പേഴ്സിൽ വെച്ച് യാത്ര തുടർന്നു. പ്രിയമുള്ളവരെ, ഈ ട്രെയിൻ യാത്ര പോലെയാണ് നമ്മുടെ ജീവിതം. എന്തെങ്കിലും മിക ദുരന്തത്തിൻ്റെ അപകടം മധ്യം നമ്മൾ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നവരൊക്കെ ഉപേക്ഷിച്ച് പോയേക്കാം. എന്നാൽ അവസാനം വരെയുള്ളവൻ ക്രിസ്തുവാണെന്ന് തിരിച്ചറിയാനാകണം. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനാകണം. അവൻ്റെ പക്ഷത്ത് നിൽക്കാനാകണം. നോക്കുക, ആ കാൽവരിയിൽ മരണത്തിൻ്റെ മധ്യേ ഒരു കള്ളൻ മാത്രമാണ് ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിന്നത്. ലോകം മുഴുവൻ അവനെതിരെ നിന്നു. ആ മോശപ്പെട്ട കള്ളൻ പോലും ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് ഏറ്റവും മോശപ്പെട്ട വിധി ഏറ്റുവാങ്ങി. എന്നാൽ ആ നല്ല കള്ളൻ യേശുവിനെ അംഗീകരിച്ചതുകൊണ്ട്, അവൻ്റെ നന്മയെ പ്രഘോഷിച്ചതുകൊണ്ട് പർദീസയിലേക്ക് പ്രവേശിച്ചു. ജീവിതത്തിൻ്റെ എല്ലാ നിർണായക നിമിഷങ്ങളും നമ്മൾ ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. പലപ്പോഴും നമ്മൾ ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിൽക്കാതെ പോകുന്നില്ലേ? നോക്കുക, ഒരു ജോലിക്ക് വേണ്ടി പഠിച്ച സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മൾ ഓഫീസിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഓഫീസ് ചിലപ്പോൾ ചോദിച്ചേക്കാം, കൈക്കൂലി തരുമോ? ജോലി തരാം. സത്യത്തിൽ ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നുവെങ്കിൽ ജോലിയേക്കാളേറെ സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ നമുക്ക് കഴിയും. പക്ഷെ സാധിക്കുന്നുണ്ടോ? ഒരാൾ പറയുക, 2 ലക്ഷം രൂപ തരാം, കള്ളക്കേസിന് സാക്ഷി നിൽക്കുമോ എന്ന്. അപ്പോഴും യേശുവിൻ്റെ പക്ഷത്ത് നിൽക്കുവാനുള്ള ആത്മീയ ആർജവം നമുക്കുണ്ടോ? മകൾക്ക് അഡ്മിഷൻ തരാം, ഡൊണേഷൻ തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇതേ ചോദ്യം വീണ്ടും പ്രശസ്തമാണ്. ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിൽക്കാനുള്ള ആർജവം നമുക്കുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. പിലാത്തോസ് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾക്ക് ആരെയാണ് വിട്ടുതരേണ്ടത്, ബറാബാസിനെയോ യേശുവിനെയോ? ഇസ്രായേൽ ജനം ബറാബാസിനെയാണ് സ്വീകരിച്ചത്, യേശുവിനെ അവഗണിച്ചു. കാരണം അവർ ലോകത്തിൻ്റെ മക്കളാണ്. അവർക്ക് ഈ ലോകത്തിൻ്റെ അംഗീകാരം മതി, സൗഭാഗ്യം മതി.
ക്രിസ്തുവിനെ അവർ ഉപേക്ഷിച്ചു. എന്നും ഈ ചോദ്യം പ്രശസ്തമാണ്. ക്രിസ്തുവിനെ വേണമോ, ഈ ലോകത്തെ വേണമോ? ഒരുപാട് മനുഷ്യർ ക്രിസ്തുവിനെതിരെ ജീവിക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് മനുഷ്യർ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നുണ്ട്. There are people who love him and who hate him. അനേകർ ക്രിസ്തുവിന് ഈ ലോകത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യുവാൻ സഭയ്ക്കെതിരെ ജീവിക്കുന്നുണ്ട്, പല വിധത്തിൽ പോരാടുന്നുണ്ട്. എന്നാൽ അപൂർവം ചിലർ യേശുവിന് ജീവിക്കുവാനും മരിക്കാനും തയ്യാറായിട്ട് കടന്നു വരുന്നുണ്ട്. ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ക്രിസ്തു നമുക്കാരാ? അവൻ നമ്മുടെ രക്ഷകനാണെങ്കിൽ, അവൻ നമുക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുവാൻ കരുത്തുള്ളവനാണെങ്കിൽ, അവൻ്റെ പക്ഷത്ത് നിൽക്കാനുള്ള ആത്മീയ ആർജവം നമുക്ക് കാണിക്കണം. ഓർക്കുകയാണ്, ന്യൂയോർക്കില ഒരു യുവാവ് ഓപ്പറേഷന് വേണ്ടി തയ്യാറാകുകയാണ്. ഡോക്ടർ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പറയുന്നതിൽ വിഷമിക്കരുത്, നിൻ്റെ നാവിൽ ക്യാൻസറാണ്, അത് മാരകമായിരിക്കുകയാണ്. ഈ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ നിൻ്റെ നാവെടുത്ത് കളയാനാ, ഇല്ലെങ്കിൽ നിനക്ക് ജീവിതമില്ല. അതിൻ്റെ അർത്ഥം ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ നിനക്ക് സംസാരിക്കാനാകില്ല. അവസാനമായി എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ പറയുക. യുവാവ് തൻ്റെ കരങ്ങളിലിരിക്കുന്ന ചെറിയ ജപമാലയിലെ കുരിശിനമർത്തി പിടിച്ചിട്ട് നിറകണ്ണുകളോടെ, എന്നാൽ ഒരു ആത്മീയ സന്തോഷത്തോടെ പറഞ്ഞു, അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇത് മാത്രമാണ്, ക്രിസ്തുവേ, നിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. അതിനുശേഷം അവൻ ഓപ്പറേഷനിലേക്ക് പോയി. പിന്നീട് അവന് സംസാരിക്കാനായിട്ടുള്ള സാധ്യതകളില്ല, കാരണം നാവെടുത്ത് മാറ്റുകയാണ്. എന്നാൽ അവസാനമായിട്ട് അവൻ പറയാൻ ആഗ്രഹിച്ചത് ക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടാനാണ്. അതാണ് അവൻ്റെ വിശ്വാസം. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിൽ ക്രിസ്തു നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളി പോലെ നിൽക്കും. അവൻ്റെ പക്ഷത്ത് നിൽക്കാൻ കുറേ കൂടി അവൻ്റെ വിശ്വാസം നമുക്ക് സ്വന്തമാക്കാം. അതിന് നമുക്ക് വേണ്ടത് അറിവല്ല, അവനെക്കുറിച്ചുള്ള വ്യക്തിപരമായ അനുഭവമാണ്. പ്രാർത്ഥനയിൽ ആഴപ്പെട്ട് കഴിയുമ്പോൾ, അവൻ്റെ ദൈവികത തിരിച്ചു കറിഞ്ഞു കഴിയുമ്പോൾ, അവന് വേണ്ടി എന്തും സഹിക്കാൻ, മരണത്തോളം കടന്നു പോകാനുള്ള വിശ്വാസത്തിൻ്റെ കരുത്ത് നമുക്കുണ്ടാകും. ഓർക്കുക, യേശുനാഥൻ കുരിശിലേക്ക് കടന്നു പോയപ്പോൾ പിലാത്തോസ് പറഞ്ഞു, ഇവൻ നീതിമാനാണെന്ന്. യൂദാസ് പറഞ്ഞു, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തെന്ന്. ക്ലോഡിയ പറഞ്ഞു, ഇവൻ രാത്രിയിൽ സ്വപ്നത്തിൽ എന്നെ അസ്വസ്ഥപ്പെടുത്തിയെന്ന്. എന്നാൽ ആരും അത് തിരിച്ചറിഞ്ഞില്ല. കള്ളൻ മാത്രം, വലത്തുവശത്ത് കിടന്ന കള്ളൻ മാത്രം യേശുവിൻ്റെ മഹിമ തിരിച്ചറിഞ്ഞു. എല്ലാവരും അവൻ്റെ ശിരസിൽ മുൾക്കിരീടം വെച്ചപ്പോൾ ആ മുൾക്കിരീടത്തിൽ കനകകിരീടം കണ്ടവനാണ് കള്ളൻ. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഇവൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. വീണ്ടും പറഞ്ഞു, പറുദീസയിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന്. മരണനിമിഷമെങ്കിലും നമ്മൾ ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതും മതി. ക്രിസ്തുവിനെ സ്വന്തമാക്കിയാൽ പിന്നെ ഒന്നും നേടിയില്ലെങ്കിലും നാം എല്ലാം നേടി. കാരണം സ്വർഗമാണെല്ലാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുവെന്ന രക്ഷകനെ നമുക്ക് പിഞ്ചല്ലാം. ഓർക്കുക, സ്വർഗത്തിൻ്റെ താക്കോൽ അവൻ്റെ കയ്യിലാണ്. അവൻ്റെ കരങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതം സമർപ്പിച്ചാൽ അവൻ നമുക്കായിട്ട് വാതിൽ തുറന്നു തരിക തന്നെ ചെയ്യും. ഓർക്കുക, ജിബ്രാൻ്റെ ഒരു കഥ. അതിങ്ങനെയാണ്, നസ്രത്തിലെ യേശുവും ക്രിസ്ത്യാനികളുടെ യേശുവും ഒരു 100 വർഷം കഴിയുമ്പോൾ പരസ്പരം കണ്ടുമുട്ടുന്ന കഥയാണ്. ലബനോണിലെ ഒരു കുന്നിൻ ചെരുവിലെ പൂന്തോട്ടത്തിൽ അവർ പരസ്പരം കാണും, സംസാരിക്കും, കുശലങ്ങൾ പറയും, ഒരുപാട് സമയം അങ്ങനെ ഇരിക്കും. അവസാനം പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് നസ്രത്തിലെ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനോട് ഇങ്ങനെ ഒരു സങ്കടം പറയും, മൈ ഫ്രണ്ട്, ഐ ഫിയർ വി ഷാൽ നെവർ എഗ്രി. പ്രിയ സ്നേഹിത, ഞാൻ ഭയക്കുന്നു നമ്മൾ ഒരിക്കലും പൊരുത്തപ്പെടില്ല എന്ന്. ഇതൊരു സങ്കടത്തിൻ്റെ കഥയാണ്. ഒരുപക്ഷെ നമ്മൾ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള അവബോധം നമ്മുടെ അറിവുകളാകാം. എന്നാൽ യഥാർത്ഥ ക്രിസ്തു, അവൻ നമ്മുടെ രക്ഷകനാണ്. അവനെക്കുറിച്ചുള്ള വ്യക്തിപരമായ അനുഭവമാണ് നമുക്ക് വേണ്ടത്. അറിവുകളാണെങ്കിൽ ചില പ്രലോഭനങ്ങളുണ്ടാകുമ്പോൾ, ചില വീഴ്ചകളുണ്ടാകുമ്പോൾ അവനെ തള്ളിപ്പറഞ്ഞ് നാം പോയെന്ന് വന്നേക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു എന്നതൊരു അനുഭവമാണെങ്കിൽ
ഏത് ദുരന്താനുഭവങ്ങളുടെ മധ്യയും അവൻ ഏറ്റു പറയാനാകും. മരക്കുരിശിൽ ആ നല്ല കള്ളൻ കണ്ടെത്തിയ വെട്ടം നമ്മുടെ ജീവിതത്തിൻ്റെ വെട്ടമാക്കി മാറ്റാം. സഹനങ്ങളുണ്ടാകുമ്പോൾ, ലോകം നമ്മളെ നിന്ദിക്കുമ്പോൾ, പീഡാസഹനം പോലെ ഒരുപാട് തിക്താനുഭവം നമുക്കുണ്ടാകുമ്പോൾ, അതിന് മധ്യ നിന്നുകൊണ്ട് ക്രിസ്തുവാണ് എൻ്റെ രക്ഷകനെന്ന് ഏറ്റു പറയാനുള്ള വിശ്വാസം നിങ്ങൾക്കൊരലങ്കാരമാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.